ദി അൾട്ടിമേറ്റ് ഗോസ്റ്റ് ഷിപ്പ് എന്നറിയപ്പെടുന്ന മേരി സെലസ്റ്റ് 1872 ഡിസംബർ 4-ന് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഒഴുകി നടക്കുന്നതായി കണ്ടെത്തി. അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്രൂ മെമ്പേഴ്സിൽ ഫിറ്റായ ഈ കപ്പലിലെ ജീവനക്കാരുടെ ഒരു സൂചനയുമില്ലാത്ത രീതിയിലാണ് കപ്പൽ കണ്ടുകിട്ടിയത്. എല്ലാവരും വായുവിലേക്ക് അപ്രത്യക്ഷമായതുപോലെ. ഈ ക്രൂ മെമ്പേഴ്സൊക്കെ എവിടെ പോയെന്ന് ഇപ്പോഴും മിസ്റ്ററിയാണ്. ഒരുപാട് തിയറീസാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. അതിലൊന്നാണ് പൈററ്റ്സ് അറ്റാക്ക്. കടൽ കൊള്ളക്കാർ വന്ന് ഇവരൊക്കെ തട്ടിക്കൊണ്ടു പോയതായിരിക്കും എന്നാണ് ഒരു കൂട്ടം പറയുന്നത്. പക്ഷേ ഈ കപ്പൽ കണ്ടുകിട്ടിയപ്പോൾ ഇതിലുണ്ടായിരുന്ന വിലപിടിച്ച സാധനങ്ങളും മറ്റു ചരക്കുകളുമൊക്കെ അതേപടി ഒരു പോറൽ പോലും ഏൽക്കാതെ ആ കപ്പലിൽ തന്നെ ഉണ്ടായിരുന്നു. ഇനി ഈ തിയറി പറയുന്നത് പോലെ ആൾക്കാരെല്ലാം കടൽ കൊള്ളക്കാർ പിടിച്ച് കൊണ്ടുപോയതാണെങ്കിൽ അവരെന്തിന് ഇത്രയും വിലപിടിച്ച വസ്തുക്കളൊക്കെ കപ്പലിൽ തന്നെ ഉപേക്ഷിക്കുന്നത്? ഇനി മറ്റു വിചിത്ര സംഭവങ്ങൾ നോക്കുകയാണെങ്കിൽ ക്രൂ മെമ്പേഴ്സ് കഴിച്ച ഉച്ചഭക്ഷണത്തിൻ്റെ ബാക്കി അപ്പോഴും ടേബിളിലുണ്ടായിരുന്നു. ഭക്ഷണത്തിൻ്റെ ഇടയിൽ അവർ എഴുന്നേറ്റ് പോയതുപോലെയാണ് തോന്നുന്നത്. മറ്റു പോരാട്ടത്തിൻ്റെ ലക്ഷണങ്ങളോ മറ്റോ അതുമില്ല. ഇനി ക്യാപ്റ്റൻ്റെ ഫുഡ് മോശമായി വല്ല കലാപവും നടന്നതാണോ എന്ന് അറിയില്ല. എനിവേ, മേരി സെലസ്റ്റിൻ്റെ തിരോധാനം ഇപ്പോഴും എക്കാലത്തെയും ഏറ്റവും നിലനിൽക്കുന്ന സമുദ്ര രഹസ്യങ്ങളിലൊന്നാണ്.